ഇന്ന് പറയാൻ പോകുന്ന കാര്യം നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെ നമുക്ക് ധനത്തെ ആകർഷിക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെല്ലാം ഉണ്ട്. അത് ചില വ്യക്തികൾക്ക് മാത്രം ചില രീതിയിൽ അത് അവർക്ക് അറിഞ്ഞോ അറിയാതോ ആകർഷിച്ച് അവരിലേക്ക് എത്തപ്പെടുന്നതാണ് ഈ സമ്പത്തും മറ്റെല്ലാ കാര്യങ്ങളും. കഷ്ടകാലമായാലും നല്ല കാലമായാലും ഒക്കെ അവരിലേക്ക് ആകർഷിച്ച് വരുന്നതാണ്. അത് എങ്ങനെ നമ്മളിലേക്ക് അത് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പം ഇന്ന് പറയുന്നത്. അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് ചെറിയ കഷ്ണം തുണി എടുക്കുക. ഈ ടവലായാലും മതി, കർച്ചീഫ്, നല്ല വെള്ള കളറിലുള്ള രണ്ട് തുണി ചെറിയ കഷ്ണങ്ങൾ എടുക്കുക. അതിൽ രണ്ടിലും കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ടിലും ഇടുക. രണ്ടിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അത് കെട്ടുക, രണ്ടും കൂടി കെട്ടുക. ഇത് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം കുളിക്കണം. കുളിച്ച് ശുദ്ധിയായി വന്നിട്ട് രാവിലെ വേണം ഇത് ചെയ്യാൻ. രാവിലെ ഒരു 5 മണിന് 6 മണിന് ഉള്ളിൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ചെയ്യരുത്. രാവിലെ 5 മണിന് 6 മണിന് ഉള്ളിൽ ചെയ്യുക. അതല്ലെങ്കിൽ രാത്രിയിൽ 6 മണിൻ്റെയും 7 മണിൻ്റെയും വൈകിട്ട് 6 മണിൻ്റെയും 7 മണിൻ്റെയും ഉള്ളിലായിട്ട് ചെയ്യണം. ഈ 2 സമയങ്ങളിലായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശുദ്ധിയായിട്ട് വേണം ചെയ്യാൻ. കുളിച്ച് ശുദ്ധിയായി വന്നിരുന്ന് ചെയ്യണം. നല്ല ഉള്ളതിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല വൃത്തിയുള്ള ഡ്രസ്സ് എന്നാണ് ഉദ്ദേശിച്ചത്. വൃത്തിയുള്ള ഡ്രസ്സിൽ വന്ന് ചെയ്യണം. കാരണം നമ്മൾ അതുവരെ ഉപയോഗിച്ചപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം അത് ചെയ്യുന്ന വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇട്ട ഡ്രസ്സല്ല. അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞിട്ട് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് അലക്കി വെച്ച ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അതെടുത്തിട്ടിട്ട് അഴുക്കില്ലാത്തത് അതെടുത്തിട്ടിട്ട് വേണം ചെയ്യാൻ. രാവിലെ ആണെങ്കിലും കുളിച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ഇത് വെക്കുക. എന്നിട്ട് കെട്ടുക. ചെറിയ ഈ കയറ് ഉണ്ടാവുമല്ലോ, ചെറിയത് കെട്ടാൻ പറ്റുന്ന രീതിയിലുള്ള കയറ്, അല്ലെങ്കിൽ ആ തുണിയിൽ നിന്ന് തന്നെ ചെറിയ കഷ്ണം തുണി മുറിച്ചെടുത്തിട്ട് അതുകൊണ്ട് കെട്ടിയാലും മതി. കെട്ടിയിട്ടൊരു കിഴി പോലെ ആക്കിയിട്ട് 2 കിഴി ഉണ്ടാക്കുക. എന്നിട്ട് ഈ 2 കിഴി രാവിലെ തന്നെ ഇത് വെച്ച്, ഇതിനധികം സമയം വേണ്ടല്ലോ, കുറച്ച് നേരം ആദ്യം എല്ലാം റെഡിയാക്കി വെച്ചാൽ ഇത് ചെയ്യാൻ കുറച്ച് നേരം വേണ്ടു. രാവിലെ നേരം വെളുക്കുന്ന പുലർച്ചെ ടൈമിന് അത് നമ്മളെ വീടിൻ്റെ പടിക്കൽ, വീടിൻ്റെ മതിലുണ്ടെങ്കിൽ 2 സൈഡ് 2 ഇതുണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ കയറി വരുന്ന ഭാഗം ഉണ്ടാവുമല്ലോ, അവിടെ വയ്ക്കുക. ആരും കാണാത്ത രീതിയിൽ വെക്കുന്നതാണ് നല്ലത്. കുഴിച്ചിട്ടാലും കുഴപ്പമില്ല. കുഴിച്ചിടുകയാണെങ്കിൽ പിന്നെ ആരും കാണുകയില്ല. കുഴിച്ചിടാം. 2 ഭാഗത്തായിട്ട് കുഴിച്ചിടാം. കയറി വരുന്ന ആ ഭാഗത്ത് അത് കുഴിച്ചിടുക. അത് വൈകുന്നേരം ആണെങ്കിലും അത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യാൻ പാടും. രാവിലെ ആണെങ്കിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ചെയ്യണം. 5 മണിക്ക് എന്നുവെച്ചാൽ ഒരു 5:15 ആകുമ്പോഴേക്കും ചെയ്യണം. സൂര്യൻ്റെ വെളിച്ചം പുറത്തേക്ക് വരുന്നതിന് മുമ്പ് നമ്മളിലേക്കൊക്കെ പ്രകാശം എത്തുമല്ലോ, അതിന് മുൻപ് ചെയ്യണം. വൈകിട്ടാണെങ്കിൽ ആ പ്രകാശം പോയതിന് ശേഷം ചെയ്യണം. അത് 2 ഭാഗത്തും ചെയ്യുക. 2 മതിലിൻ്റെ അല്ലെങ്കിൽ കയറി വരുന്ന 2 ഭാഗത്തും ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ 2 കൈയിലും പിടിച്ച് നെഞ്ചോട് കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ മനസ്സിൽ കരുതണം, എന്തറിയും, ഇതോടുകൂടി എൻ്റെ ഈ കുടുംബത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഇനി മുതൽ ഐശ്വര്യവും സമ്പത്തും ധാരാളമായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാ കാര്യങ്ങളും തടസ്സമില്ലാതെ വളരെ ക്ലിയറായി കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടക്കും. ഒരു ബുദ്ധിമുട്ടും ഇനി ഉണ്ടാവില്ല. എല്ലാ സാമ്പത്തിക പ്രയാസവും ഇതോടുകൂടി മാറും. ഇനി നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കും. കുടുംബം വളരെ ഹാപ്പിയായി പോവുക. അങ്ങനെ നല്ല നല്ല ചിന്തകളുണ്ടല്ലോ, നല്ല നല്ല കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള എന്താ വെച്ചാൽ ആ കാര്യങ്ങൾ, അത് എല്ലാം മനസ്സിൽ കരുതി നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിച്ച് എല്ലാം ഭംഗിയാക്കി തരാൻ
ഈശ്വരനോട് പ്രാർത്ഥിച്ച് ഇത് വെച്ചത് മുതൽ പിന്നീട് അങ്ങോട്ട് യാതൊരുവിധ പ്രശ്നം ജീവിതത്തിൽ ഇല്ലയെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് സന്തോഷിച്ച് വേണം നമ്മളത് കൊണ്ടുപോയിട്ട് വെക്കാൻ കുഴിച്ചിട്ട് എന്ത് വേണമെങ്കിൽ വെക്കാം. ഇത് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ആരോടും ഇങ്ങനെ വിളിച്ച് പറയരുത്. നമ്മൾ നമ്മുടെ പരിസരത്ത് വിളിച്ച് പറയരുത്. ഇത് നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം, കുഴപ്പമില്ല. മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മളിതിങ്ങനെ ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടുണ്ടെന്ന് നമ്മളിങ്ങനെ ആരോടും പറയണ്ട. പക്ഷെ നമുക്ക് നമ്മുടെ കുടുംബത്തിലോ മറ്റുള്ള ആളുകൾക്കോ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കാം. ഇതിങ്ങനെ ചെയ്താൽ മതി, നമ്മുടെ ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രയാസമൊക്കെ മാറിക്കിട്ടും, അസുഖങ്ങൾ അതൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് പറഞ്ഞു കൊടുക്കാം. കാരണം സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണ് ഒരുവിധം ആളുകളും. അവർക്ക് ആർക്കെങ്കിലുമൊക്കെ അവരുടെ ബുദ്ധിമുട്ട് മാറിയിട്ട് അവരും സന്തോഷമായി ജീവിക്കട്ടെ എന്ന് നമ്മൾ കരുതണം. അപ്പോൾ അങ്ങനെ ചെയ്യുക. എല്ലാവരും ഇത് കേൾക്കുന്നവരെല്ലാവരും ഇത് ചെയ്യുക. എല്ലാവരുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസവും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും ഇതിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ സംശയമോ എന്തെങ്കിലും വരികയാണെങ്കിൽ, സംശയമൊന്നും പോയി പറഞ്ഞതിലില്ല, ഇതുപോലെ ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും സംശയം കൂടുതൽ വരികയാണ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അതിന് കൃത്യമായിട്ട് റിപ്ലൈ തരും. അപ്പോൾ അതേപോലെ ചെയ്താൽ മതി. ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും വളരെ സുഖമായി നടക്കും. ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതിയും സമ്പൽ സമൃദ്ധിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുക. ആരും ഇതിന് മടി പിടിച്ചിട്ടോ ഇത് വിചാരിച്ചോ ഒന്നും വിചാരിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ചെയ്ത് എല്ലാവരുടെയും ബുദ്ധിമുട്ട് മാറുക, അതാണ് മെയിൻ കാര്യം. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം, മെസ്സേജ് ചെയ്താൽ മതി, മെസ്സേജ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതെല്ലാവരിലേക്ക് എത്തിക്കുക. എല്ലാവരും അവരവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മാറിയിട്ട് എല്ലാം നല്ല രീതിയിൽ ആയി എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളും പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കുക. മനസ്സിൽ നെഗറ്റീവായ കാര്യങ്ങൾ മനസ്സിൽ നിന്നെല്ലാം ഒഴിവാക്കുക. അപ്പോൾ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു.